ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ആചരിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെയും ആചരിക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകനോ ആചരിക്കരുത് എന്ന് വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ ആചരിക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്ലാമികമായ ഒരു ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാൻ ശ്രമിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അറബി വർഷത്തിലെ ഒരു മാസം, പുതിയൊരു മാസം പിറന്നതിൽ അള്ളാഹുവിന്റെ കിതാബിലോ പ്രവാചകന്റെ സുന്നത്തിലോ പ്രത്യേകിച്ച് പുണ്യമൊന്നും എടുത്തു പറയാത്ത, ആചരിക്കണം ആഘോഷിക്കണം എന്നൊന്നും പറയാത്ത ഒരു മാസമായി ആണ് ഇസ്ലാമിക ചരിത്രം റബീഉൽ അവ്വൽ മാസത്തെ കാണുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് തിരിച്ചു യാത്രയായ സങ്കടകരമായ പ്രവാചകന്റെ മരണം സംഭവിച്ച മാസമാണ് റബീഉൽ അവ്വൽ എന്നത് ആണ് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം. പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ട ഡേറ്റുകളെ കുറിച്ച് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. എന്തായാലും ശരി, പ്രവാചകൻ ജനിച്ച മാസമായാലും അല്ലെങ്കിലും ശരി, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മതം, പ്രവാചകൻ പഠിപ്പിച്ചത് പ്രത്യേകിച്ച് മറ്റു മാസങ്ങളിലില്ലാത്ത ആചാരങ്ങൾ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു കാണുന്നില്ല. പ്രവാചക സ്നേഹത്തിന്റെ രീതി എന്തെന്ന്, അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് സത്യവിശ്വാസികളായ ആളുകൾ പഠിക്കണം. കാരണം അത് ദീനിന്റെ വിശ്വാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ശീതളച്ചായിലാണ് നമ്മളൊക്കെ വളരുന്നത്. ആ കാരുണ്യത്തെക്കുറിച്ച് ഈ വിശ്വാസികൾ ആദ്യം പഠിക്കണം. ആ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചയച്ചത്, നമ്മളെ നരകാഗ്നിയിൽ നിന്നും രക്ഷിക്കാൻ. ആ നിർദ്ദേശങ്ങളാണ് വൃത്തിയുള്ള ജീവിതം നയിച്ച് വിശ്വാസികളായി മരിച്ചിരുന്ന് നമുക്ക് സ്വർഗത്തിലെത്താനാകുന്നത്. അള്ളാഹു നമുക്ക് നൽകിയ ആ കാരുണ്യത്തിന്റെ ഒരു ഭാഗമാണ് പ്രവാചകന്മാരുടെ നിയോഗം. അതിലെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും കാരുണ്യമായിട്ടാണ് പ്രവാചകരെ താങ്കളെ അയച്ചത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം മതത്തിന്റെ നിർബന്ധ ബാധ്യതയായി മതമെണ്ണുന്നു.
അള്ളാഹുവിനോടുള്ള സ്നേഹം മതത്തിന്റെ നിർബന്ധ ബാധ്യതയായി മതം കണ്ടുന്നു. അള്ളാഹു നമുക്ക് ചൊരിഞ്ഞ് വളരെയേറെ സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു തന്നതിന് ശേഷമാണ് ആ സ്നേഹം തിരിച്ചു ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മത്തിന് സ്നേഹം ചൊരിഞ്ഞു തന്നതിന് ശേഷമാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെ സ്നേഹിക്കാത്തവൻ വിശ്വാസിയല്ല എന്ന് പഠിപ്പിച്ചത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? പ്രവാചകന്റെ മതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായി ഒരു സംഗതിയായി പ്രവാചകൻ പഠിപ്പിച്ചു, അർ-റഹീമൂൻ യർഹംഹുമുർ റഹ്മാൻ. കരുണ കാണിക്കുന്ന ആളുകളോട് മാത്രമേ, മനുഷ്യന്മാരോട് കരുണ കാണിക്കുന്ന ആളുകളോട് മാത്രമേ ദൈവം തമ്പുരാൻ കരുണ കാണിക്കുകയുള്ളൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയുള്ളൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ള മതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മർമ്മഭാഗമാണ്. അങ്ങനെയുള്ള പ്രവാചകന്റെ കാരുണ്യം അനുഭവിക്കുന്ന നമ്മളും പരസ്പരം കരുണയുള്ളവരാവണം. ഇർഹമൂ മൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കാരുണ്യം ചെയ്യൂ, എങ്കിൽ യർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ള പടച്ചു തമ്പുരാൻ നിങ്ങളോട് കരുണ കാണിക്കും. ഈ കാരുണ്യത്തിന്റെ പ്രവാചകനെ വിശ്വാസികൾ മനസ്സിലാക്കിയെടുക്കണം. പ്രവാചകനെ കുറിച്ചുള്ള ഒരുപാട് സിമ്പോസിയങ്ങളും സെമിനാറുകളും അതും ഇതൊക്കെ നടക്കുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുയായികളെ അഥവാ മുസ്ലിം ഉമ്മത്തിനെ അതിരറ്റ് സ്നേഹിച്ച ഒരു പ്രവാചക തിരുമേനി സമ്പാദിച്ചത്. ആ പ്രവാചകൻ താൻ ഉൾക്കൊണ്ട സത്യം മറ്റെല്ലാവരും ഉൾക്കൊള്ളണം എന്നുള്ള അതിയായ ആഗ്രഹമുള്ള ആളായിരുന്നു. فلعلك باخع نفسك على آثارهم إن لم يؤمنوا بهذا الحديث أسفا. കഷ്ടമാണ് പ്രവാചകനെ താങ്കളുടെ കാര്യം. അസഫൻ, എന്തിനാണ് അവർ വിശ്വാസികളാവാത്തതിന്റെ പേരിൽ താങ്കൾക്ക് ഇത്ര സങ്കടം? ആ സങ്കടം കാരണം താങ്കൾ തന്നെ നശിച്ചു പോകുന്ന അവസ്ഥയാണല്ലോ ഉള്ളത്. താങ്ങാനാവാത്ത സങ്കടം പേറിയിട്ട് താങ്കൾ എന്തിനാണ് ഇങ്ങനെ എട്ടുകേറാകുന്നത്? വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് പ്രവാചകനോട് അങ്ങനെ പറയുന്നുണ്ട്. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇൻ ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസ് അസഫ. ഇതാണ് പ്രവാചകൻ ഒരാളും നരകത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചില്ല. ശിർക്കുകളും ബിദ്അത്തുകളും ഉള്ള ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തൊരു വിളിച്ചു തേടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകളോട് വല്ലാത്തൊരു കാരുണ്യം പ്രവാചകന്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും അയാളെ ജീവിതത്തിൽ നിന്ന് ആ ഒരു സംഗതി ഒഴിവാക്കണമെന്നത്. ആകാശം പോലെ വിശാലമായിരുന്ന പ്രവാചകന്റെ ഈ കാരുണ്യം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അക്രമികളായ ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി കാണിച്ചിരുന്ന രീതിയും ഇതാണ്. അക്രമം കാണിച്ച ആളുകളോട് ശത്രുത എന്ന അവസ്ഥയായിരുന്നില്ല പ്രവാചകന്റേത്. പ്രവാചക തിരുമേനി അള്ളാഹു നിർദ്ദേശിച്ച ഏത് നിർദ്ദേശങ്ങളാണ് അനുസരിക്കാതിരുന്നത്? അള്ളാഹു മുമ്പോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച മഹാനായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം നോ പറഞ്ഞു. വേണ്ടത് പടച്ച തമ്പുരാനെ വേണ്ട, അതുമാത്രം വേണ്ടെന്ന്. കാരുണ്യത്തിന്റെ പ്രവാചകന്റെ അങ്ങേയറ്റത്തെ വല്ലാത്തൊരു ഉദാഹരണം അവിടെയുണ്ട്. തായിഫിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ചെന്നു. തായിഫിൽ ഉറ്റവരും ഉടയവരും ബന്ധുക്കളുമാണുള്ളത്. തായിഫിൽ ചെന്നപ്പോ അബ്ദു യാഫീർ എന്ന് പറയുന്ന മനുഷ്യൻ കുറെ അങ്ങാടിപ്പിള്ളേരെ ചട്ടം കിട്ടിയിട്ട് പ്രവാചകനെ കല്ലെടുത്തെറിഞ്ഞ് ഉപദ്രവിച്ചു, ആട്ടിപ്പായിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ടായി. ഈ അബ്ദു യാഫീൽ എന്ന യാലീൽ എന്ന ആ പേര് ഓർമ്മ വെക്കുക. പ്രവാചകൻ ആകെ ക്ഷീണിച്ചവശനായി. പ്രവാചകന്റെ കാലിൽ നിന്ന് ചോരയൊലിക്കാൻ തുടങ്ങി. അങ്ങേയറ്റത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തുമാത്രം ടെൻഷൻ ഉണ്ടാകും. ആയിഷ ബീവി ചോദിക്കുന്നുണ്ടല്ലോ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായ, ഉഹുദിനേക്കാൾ അപ്പുറം ടെൻഷൻ ഉണ്ടായ ഒരു ദിവസമുണ്ടോ? റസൂലുള്ളാഹി ഈ സങ്കടകരമായ നിമിഷത്തെയാണ് പറഞ്ഞത്. എന്നിട്ട് എന്റെ പക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. പർവ്വതങ്ങളുടെ ചുമതലയുള്ള മലക്ക് താങ്കളുടെ മുമ്പിൽ വരും. മലക്ക് വന്ന് സലാം പറഞ്ഞു. എന്നിട്ട് ആ മലക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫഖാല ദാലിക ഫീമാ ശി യാ മുഹമ്മദ് ദാലിക ഇൻ ശിഅ്ത അൻ ഉത്ബിത അലൈഹിൽ അഹ്ശബൈൻ, ഈ കാണുന്ന പർവ്വതങ്ങൾ ഇവരുടെ മേൽ മറിച്ചിട്ട് നശിപ്പിച്ചാലോ? താങ്കളുടെ
ഇഷ്ടമുണ്ട് എന്ന് ചോദിക്കാനാണ് ഈ നിർദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്റാബിഹിം മൻ യഅബുദുല്ലാഹ വഹ്ദഹു ലാ യുശ്രികു ബിഹി ഷൈഅ. ഇവരുടെ മുതുകുകളിൽ നിന്ന്, അവരുടെ സന്താനങ്ങളിൽ നിന്ന്, അവരുടെ സന്താന പരമ്പരകളിൽ നിന്ന് ആരെങ്കിലും ഒരാളെങ്കിലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു തേടാത്ത, അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ട് ഇബാദത്തെടുത്ത് വിളിച്ചു തേടി നേർച്ചകൾ അർപ്പിച്ച് ജീവിച്ചു പോകുന്ന ഒരു മുവഹിദെങ്കിലും ജനിച്ചാലോ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബൽ അർജു, ഈ റജാ, ഈ ആഗ്രഹം, ഈ മനസ്സിന്റെ വല്ലാത്തൊരു ആഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹമാണ് സത്യവിശ്വാസികളായ ആളുകളോട്, അല്ലാത്ത ആളുകളോട് പ്രവാചകനുണ്ടായിരുന്നത്. സത്യവിശ്വാസികളായ ആളുകളോട് അള്ളാഹുവിന്റെ നിർദ്ദേശം, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. സത്യവിശ്വാസികളായ ആളുകളോട് താങ്കൾ ഇഹ്ഫദ് ജനാഹക, നീ നിന്റെ കാരുണ്യത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം, നീയത്തെ കരുണയുള്ള ആളായി ജീവിക്കണം. ഇങ്ങനെ തന്നെയാണ് നബി ജീവിച്ചത്. ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുത്തിതാ വന്നിരിക്കുന്നു. ഒന്നാമത്തെ ക്വാളിറ്റി, അയാൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ടല്ലോ, അയാൾ നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളാണ് എന്ന ഒരർത്ഥം വെക്കുകയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളാണ്. മറ്റൊന്ന്, അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് തീരെ സഹിക്കാൻ കഴിയാത്ത നബിയാണത്. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ പതുക്കെ ഇങ്ങനെ വളർന്ന് അഭിവൃദ്ധിപ്പെട്ടു വരുന്നത് വല്ലാത്ത ഹിർസോടുകൂടി അങ്ങേറ്റത്തെ താല്പര്യപൂർവ്വം നോക്കി നിൽക്കുന്ന ഒരു പ്രവാചകൻ, റഊഫായ പ്രവാചകൻ, റഹീമായ പ്രവാചകൻ, ദയാലുവായ പ്രവാചകൻ, കാരുണ്യവാനായ പ്രവാചകൻ. 5 സിഫത്തുകളാണ് ഈ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ആ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്? ഇങ്ങനെയാണ് ജീവിച്ചത്. ഈ പ്രവാചകന്റെ അനുയായികളായി ജീവിക്കുന്ന ഞാനും നിങ്ങളും എങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത്. നമ്മൾ ഈ ഉമ്മത്തിന്റെ കൂടെ ഉണ്ടാവണം, അവരിൽ ഒരാളായി നിൽക്കണം. അവർക്ക് ആ ഉമ്മത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പോറലുണ്ടാകുമ്പോ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോ ആ വിഷമങ്ങൾ സഹിക്കണം. പ്രവാചകൻ വിശദീകരിച്ചല്ലോ പനി പിടിച്ച വേദനയുള്ള ശരീരത്തെക്കുറിച്ച്. അത് ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണെങ്കിൽ മറ്റുള്ള ഭാഗങ്ങൾ അതിനോട് സഹകരിച്ച് ഉറക്കമൊഴിച്ച് സഹകരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെയൊക്കെ മനോഹരമായി പ്രവാചകൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ ആളുകൾ, ആ ഒരു ഉമ്മത്ത്, ഒരു മുസ്ലിം സൊസൈറ്റി പതുക്കെ പടിപടിയായി ഇങ്ങനെ വളർന്നു വരുന്നത് വല്ലാത്ത ഹിർസോടുകൂടി താല്പര്യപൂർവ്വം നോക്കി നിൽക്കാനാവണം, ദയാലുക്കളാവണം, പരസ്പരം കരുണ കാണിക്കണം. ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരു ഉമ്മത്ത് രൂപപ്പെട്ടു വരണം. ഉഹദ് രണാങ്കണത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന നേതാവിനെ അനുസരിക്കാതെ അനുയായികൾ അനുസരണക്കേട് കാണിച്ചതിന്റെ പാഠം പഠിപ്പിച്ചു പടച്ചതമ്പുരാൻ മുസ്ലിമീങ്ങളെ. അനർത്ഥങ്ങളുണ്ടായി, പ്രശ്നങ്ങളുണ്ടായി. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഉമ്മത്തിന്റെ നേതാവ് എന്ന നിലയിൽ ജീവിച്ചു പോവാൻ ആവശ്യമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ 3-ാം അധ്യായത്തിൽ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിനിടയിൽ ഇങ്ങനെ ഒന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, ഓ പ്രവാചകരെ, അങ്ങിത്രമേൽ സോഫ്റ്റായി പെരുമാറുന്നത് അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ കാരുണ്യം ലഭിക്കുന്നത് കൊണ്ടാണ്. വലൗ കുന്ത ഫളൻ വലിയൽ ഖൽബ്, താങ്കൾ കഠിന ഹൃദയനും പരുപരുക്കൻ സ്വഭാവമുള്ള ആളായിരുന്നുവെങ്കിൽ ലം ഫളു മിൻ ഹൗലിക, ഈ ജനങ്ങൾ താങ്കൾക്ക് ചുറ്റിൽ നിന്നും പിരിഞ്ഞു പോകുന്നത് കാണാമായിരുന്നു. ഫഅഫു അൻഹും, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം. ആർക്ക് വിട്ടുവീഴ്ച ചെയ്യണം? ഉഹദ് രണാങ്കണത്തിലേക്ക് മസ്ജിദ് നബവിയിൽ നിന്ന് പടനയിച്ചു വന്ന് ഉഹദിലെത്തുന്നതിന് മുമ്പ് പിന്തിരിഞ്ഞു പോയ 3-1 ആളുകൾ, മുനാഫിക്കുകൾ. ജബലുമാത്തിന്റെ മുകളിൽ കയറ്റി നിർത്തിയ 10-40 അമ്പെയ്ത്തുകാരായ ആളുകൾ എന്റെ കൽപ്പന കിട്ടാതെ ഇറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ആ കൽപ്പന ധിക്കരിച്ച ആളുകൾ. അങ്ങനെ പ്രവാചകനെ വല്ലാതെ വെള്ളം കുടിപ്പിച്ച, പ്രയാസപ്പെടുത്തിയ, നൊമ്പരപ്പെടുത്തിയ ആളുകൾ. പ്രവാചകരെ വിട്ടുകൊടുക്കണം അവർക്ക്. എന്നിട്ടോ വസ്തഗ്ഫിർ ലഹും,
അവർക്ക് വേണ്ടി അങ്ങ് അള്ളാഹു താങ്കളോട് ചെയ്ത തെറ്റിന് താങ്കളും കൂടി അവർക്ക് വേണ്ടി മാപ്പിരക്കുക. വശാവിറുഹും ഫിൽ അംർ, അവരെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യണം? വീണ്ടും താങ്കൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അതിൽ മുനാഫിക്കുകളുണ്ട് എന്ന് അള്ളാഹുവിനറിയാം, അള്ളാഹുവിന്റെ പ്രവാചകനും അറിയാം. വശാവിറുഹും ഫിൽ അംർ, അവരോടും കൂടിയാലോചിക്കണം. എന്നിട്ട് ആ കൂടിയാലോചനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അതിന് അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് പോകണം. പിന്നെയുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണെന്ന് കരുതണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ, ഇത്രമേൽ സോഫ്റ്റായി പെരുമാറാൻ കഴിയണം വിശ്വാസികളായ ആളുകൾക്ക്, പ്രവാചകനെ സ്നേഹിക്കുന്ന ആളുകൾക്ക്, പ്രവാചകനെ പിൻപറ്റുന്നു എന്ന് പെരുമ്പറ പൊട്ടുന്ന ആളുകൾക്ക്. ഒരു ആറാബി ഒരിക്കൽ പള്ളിയിൽ വന്നു. നമുക്കറിയാം ആ സംഭവം, ഒരുപാട് തവണ കേട്ടത്. അയാൾക്ക് അത്ര വലിയ സംസ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ആ പള്ളിയിൽ ഇരുന്ന് മൂത്രമൊഴിച്ചു. പ്രവാചകന്റെ അനുയായികൾ തന്നെ കയർത്ത് അയാൾ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ ആരംഭിച്ചപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളൊരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് അതിലാണ് ഒഴിച്ചാൽ പോലെ, പ്രശ്നം തീർന്നു, അടി നിർത്ത്. എന്നിട്ടൊരു മര്യാദ പഠിപ്പിച്ചു മുസ്ലിം ഉമ്മത്തിനെ. ഇന്നമാ ബുഇസ്തും മുയസ്സിരീൻ. എവിടെ നിങ്ങൾ ഇടപെടുകയാണെങ്കിലും, നിങ്ങൾ ഏത് പ്രശ്നത്തിൽ ചെന്ന് തലയിടുകയാണെങ്കിലും മുയസ്സിറുകളാവണം. നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് ആ പ്രശ്നം പരിഹരിക്കാവുന്ന തരത്തിൽ പെരുമാറാനാണ്. എളുപ്പമാവണം. നിങ്ങൾ ഇടപെട്ടാൽ അത് ഈസിയായി കൈകാര്യം ചെയ്യപ്പെടണം. വളരെ എളുപ്പത്തിൽ അതിനൊരു ഫോർമുല ഉണ്ടാവണം നിങ്ങളുടെ കയ്യിൽ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വലം തുബ്അസൂ മുഅസ്സിരീൻ. കാര്യങ്ങളെ ആകാണ്ട് കുലുമാലാക്കാനല്ല നിങ്ങൾ നിയുക്തരായത്. നിങ്ങൾ ഇടപെടേണ്ടത്, നിങ്ങൾ പെരുമാറേണ്ടത്, നിങ്ങൾ ആ പ്രശ്നത്തെ സങ്കീർണമാക്കുന്നവരായിട്ടല്ല, ആ പ്രശ്നത്തിന്റെ സൊല്യൂഷനുമായിട്ടാണ് നിങ്ങൾ പോകേണ്ടത്. പ്രോബ്ലം സോൾവിംഗ് സ്കിൽ എന്ന് പറയുന്ന വല്ലാത്തൊരു സാധനം നേടിയെടുക്കണം മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ. അതിന് നിങ്ങളുടെ ഇപ്പമുള്ള ഈ കുടുസായ മനസ്സുണ്ടല്ലോ, അത് ഇനിയും ഇനിയും വിശാലമായി പോകണം. മറ്റുള്ള മതക്കാരോടൊപ്പം ജീവിച്ചു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ നിലവിലുണ്ടായിരുന്ന യഹൂദ ക്രൈസ്തവ മത പാരമ്പര്യവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ബന്ധമുണ്ടായിരുന്നു. ആ രണ്ട് മതക്കാരായ ആളുകൾക്ക് പറ്റിയ അബദ്ധങ്ങളെ മെല്ലെ തിരുത്തി കൊടുക്കാനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയുക്തനായത്. പുതിയ ഒരു മതം സ്ഥാപിക്കാനല്ല, ഈ തെറ്റുതിരുത്തൽ പ്രവാചകന്റെ ദൗത്യമായിരുന്നു. അവർ വിസ്മരിച്ചു കളഞ്ഞ കുറെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അവരോട് പറഞ്ഞു കൊടുക്കണം സ്നേഹമസൃണമായി. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച ദൗത്യം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ദൗത്യമാണ് ഇപ്പോഴും എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ളത്. അള്ളാഹുവിന്റെ കിതാബ് ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുകയും അള്ളാഹുവിന്റെ കിതാബിന്റെ ആളുകളാണ് എന്ന് അവകാശപ്പെടുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുകയും അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടർന്ന് ഞങ്ങൾ നിങ്ങളെക്കാൾ ഊക്കോടുകൂടി എന്ന് വാദിക്കുകയും ചെയ്യുന്ന ആളുകളോട്, എങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ഈ രീതി തെറ്റാണ് എന്ന് സ്നേഹബുദ്ധിയ പറഞ്ഞു കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും ആവണം. ആ ദൗത്യമാണ് ഹജ്ജത്തുൽ വദായിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചു പോയത്. അങ്ങനെയെങ്കിൽ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് അക്ഷരാർത്ഥത്തിൽ സ്നേഹമാണുള്ളത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല എന്ന് പറയേണ്ട ബാധ്യത ഈ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്. മറ്റുള്ള ആളുകളോട്, മറ്റുള്ള ആശയക്കാരോട്, മറ്റുള്ള മതവിഭാഗക്കാരായ ആളുകളോട് കൂടി എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന് വരച്ചിട്ടു വിശുദ്ധ ഖുർആൻ. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇബാദത്ത് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഏതൊക്കെ വരുന്നുണ്ടോ അത് അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂ എന്ന് നമുക്കിടയിൽ ഒരു എന്താ പറയാ, സവാഇൻ ബൈനനാ വബൈനകും, ഈ ഒരു പോയിന്റിൽ നമ്മളെല്ലാവരും ഒന്നാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിൽ എല്ലാവരും ഒന്നാണല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൽ അഹ്ലു കിതാബ് അതൊന്നായിരുന്നു. വ്യാഖ്യാനങ്ങളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തിരിച്ചു വരണം.
വലാ തത്തഖിദ വലാ നുശ്രിക ബിഹി ശൈഅ, ഒരിക്കലും ശിർക്ക് ചെയ്യില്ല എന്ന വിഷയത്തിലേക്ക്, ആ പോയിന്റിലേക്ക് വരണം. മറ്റൊന്നും കൂടി ചെയ്യണം. വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ചിലരെ റബ്ബുകളാക്കില്ല എന്നും തീരുമാനിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ വിശുദ്ധ ഖുർആൻ അവിടെ പറയുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാലും പോരാ. നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ചിലരെ റബ്ബാക്കരുത്. ഈ ആയത്ത് പ്രവാചകൻ വിശദീകരിക്കുമ്പോ കൗണ്ടർ ടോക്ക് ഉണ്ടായി, വിമർശിച്ച് സംസാരിച്ചു. ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, കുരിശിമാലൂരി വെച്ച് വന്നതാണ്. പക്ഷെ ഞങ്ങൾ എന്നാണ് ആയത്തിനെയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ പോയതല്ല, പ്രവാചകനിൽ നിന്നൊന്നുകൂടി വിശദീകരണം തേടിയത്. അവർ അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കി കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് മറ്റിടത്ത്. അത് ചെയ്യരുതെന്നാണ് ഈ ആയത്ത് പറയുന്നത്, നിങ്ങൾ റബ്ബുകളാക്കരുത് എന്ന്. അപ്പൊ ആരാണ് ഈ റബ്ബ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം നിങ്ങളുടെ പുരോഹിതന്മാർ ഹറാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ഹറാമായി സ്വീകരിക്കുമോ? അങ്ങനെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാണെന്ന് പറഞ്ഞൊരു കാര്യം പണ്ഡിതന്മാരായ ആളുകൾ ഹലാലാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അത് ഹലാലായി സ്വീകരിക്കുമോ? അതുണ്ട്. ഫതിൽക ഇബാദത്തുഹും ഇയ്യാഹു, എങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള ഇബാദത്ത്. അങ്ങനെയാണ് നിങ്ങൾ അവർ റബ്ബാക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് കരകയറിയിട്ടില്ല. പൗരോഹിത്യം എന്തോ എന്ന് പറഞ്ഞാൽ അത് വേദവാക്യം പോലെ സ്വീകരിക്കുന്ന ഒരു ഗതികേട് ഇപ്പോഴുമുണ്ട്. ആദ്യം രക്ഷപ്പെടേണ്ടത് അതിൽ നിന്നാണ്. റബ്ബനാ അതഅനാ സാദതനാ വകുബറാഅനാ വഅളല്ലൂന സബീല എന്ന ഗതികെട്ട വർത്തമാൻ നിലവിളി വേണ്ടി വരും നരകത്തിൽ കടന്നിട്ട്. അല്ലെങ്കിൽ അങ്ങനെ വേണ്ടി വരും. വലിയ ഖോജാക്കന്മാർ, നമ്മൾ ബഹുമാനിക്കുന്ന വലിയ ആലിമ്യങ്ങൾ, നമ്മൾ അവർക്ക് വലിയ സ്ഥാനപ്പേരും കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. പക്ഷെ അവരെ റബ്ബുകളാക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ മതത്തിൽ ഒരു നിയമം ഹലാലാക്കിയത് ഹറാമാക്കുവാനും ഹറാമാക്കിയത് ഹലാലാക്കുവാനും അള്ളാഹുവിന്റെ പ്രവാചകന് അവകാശമില്ലെന്ന് സ്ഥാപിക്കാനാണ്, പഠിപ്പിക്കാനാണ് സൂറത്തു തഹരീം നമ്മൾ ഇങ്ങനെ ഓതുന്നത് ആവർത്തിച്ച്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു, ഓ പ്രവാചകരെ, നിങ്ങൾ എങ്ങനെയാണ് ഹറാമാക്കുന്നത്? മാ അഹല്ലല്ലാഹു ലക്കും, അള്ളാഹു ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കാൻ ആര് അധികാരം തന്നു നിങ്ങൾക്ക് എന്ന ഗൗരവമായ ചോദ്യമാണ് സൂറത്തു തഹരീമിന്റെ ആദ്യ ഭാഗം. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ആളുകളെ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിതൊന്നും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യണം. എന്താ ചെയ്യേണ്ടതല്ലോ? ഇശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കണം. നിങ്ങൾക്കെന്താ പറഞ്ഞത്? നിങ്ങൾ മുസ്ലിമീങ്ങളല്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ നമ്മളോട് ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടാക്കി വെക്കണം. ആ മനസ്സിന് ഇതൊക്കെ ആവശ്യമാണ്. എന്നിട്ട് അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ പ്രവാചകയിലേക്കും നോക്കണം. ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന്റെ മറ്റൊരു ലോകം, സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി സജ്ജരായി പോകുന്ന പട്ടാളത്തെ തടഞ്ഞു നിർത്തി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും പ്രായമുള്ള ആളുകളെ, ശത്രുപക്ഷത്തുള്ള പ്രായമുള്ള ആളുകളെ കൊല്ലരുത്. അവരിൽ നിന്നൊരൊറ്റ സ്ത്രീയെയും ആക്രമിക്കരുത്. അവരിൽ നിന്നൊരൊറ്റ കുട്ടിയെ പോലും നിങ്ങൾ ഉപദ്രവിക്കരുത്. ആ ആളുകളുടെ മൃഗങ്ങളെ നിങ്ങൾ കൊന്നുകളയരുത്. അവരുടെ കൃഷിയെ നശിപ്പിക്കരുത്. ഫലം കായ്ക്കുന്ന മരങ്ങളെ നശിപ്പിക്കരുത്. അങ്ങനെ പോകുന്നു. നിരപരാധികളായ ആളുകൾ ഒരിക്കലും നിങ്ങളുടെ വാളിനിരയാകരുത്. നിങ്ങൾക്ക് കുറ്റം കിട്ടുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ എന്ന തോതിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ നിയമമാക്കി വെച്ചത്. നിയമമാണ് ഇതൊക്കെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. സംഘർഷം ഉണ്ടാവരുത്. സംഘർഷമില്ലാതെ സമാധാനപൂർണമായി ജീവിക്കുന്ന ഒരു ഉമ്മത്ത്, ഒരു സൊസൈറ്റി ഉണ്ടാവണം എന്ന് ശഠിച്ച പ്രവാചക തിരുമേനി പറഞ്ഞു, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി,
മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് സത്യം. ലാ യുമിൻ അഹദുക്കും, നിങ്ങളിൽ ആരും വിശ്വാസിയാവുകയില്ല. ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി മിനൽ ഖൈർ. ഖൈറായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ സംഗതിയും നിങ്ങളുടെ സുഹൃത്തിനും ഉണ്ടാവണമെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം. മിനൽ ഖൈർ, ഖൈറായ കാര്യങ്ങൾ. നിങ്ങൾക്കുണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഖൈറായ കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളിൽ മാത്രം നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും ഉണ്ടാവണം എന്ന് വിചാരിക്കണം. ഒരാൾ എനിക്ക് കൂടുതൽ കിട്ടണം എന്നാഗ്രഹിക്കുന്ന സാധനം എന്തായിരിക്കും? സ്നേഹമായിരിക്കും. മാതാപിതാക്കളിൽ നിന്നായാലും, ഭാര്യയിൽ നിന്നായാലും, സന്താനങ്ങളിൽ നിന്നായാലും, അയൽവാസിയിൽ നിന്നായാലും, നാട്ടുകാരിൽ നിന്നായാലും, ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള സഹപ്രവർത്തകരിൽ നിന്നായാലും, ആരിൽ നിന്നായാലും സ്നേഹം ലഭിക്കണമെന്നായിരിക്കും ആഗ്രഹിക്കുക. എല്ലാവരും അങ്ങനെ ആഗ്രഹിച്ചാൽ, അങ്ങനെ ആഗ്രഹിക്കുന്ന സൊസൈറ്റി രൂപം മനസ്സിൽ കണ്ടുനോക്കൂ നിങ്ങൾ. എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്ന സമാധാനം എത്ര പുഷ്കരമായിരിക്കും. വല്ലാത്ത സമാധാനമുള്ള സൊസൈറ്റി. വിശാലമായ വിട്ടുവീഴ്ചയാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. എത്ര ആളുകൾ നേരത്തെ പറഞ്ഞ ഉഹുദ് രണാങ്കണത്തിൽ ഉണ്ടായിരുന്ന ശത്രു സൈന്യത്തിലെ ഖാലിദ് ബിൻ വലീദും ഇക്രിമത്ത് ബിൻ അബൂ ജഹലും രണ്ടുപേർക്കും വിട്ടുവീഴ്ച നൽകിയില്ലേ പ്രവാചകൻ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രാർത്ഥിച്ചു നേടിയതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കം ഫതഹിന്റെ അന്ന് അബൂ സുഫിയാനെ പ്രവാചക തിരുമേനി അങ്ങനെ വിട്ടുവീഴ്ചയിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നിഖാബിട്ടുകൊണ്ട് പ്രവാചകന്റെ മുമ്പിൽ വന്നിരുന്നു, ആളറിയാതിരിക്കാൻ. എന്നിട്ട് പ്രവാചകൻ, വല്ലാത്ത വേദനയുള്ള പ്രവാചകൻ ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തെ ഇങ്ങനെ മുമ്പിൽ കാണുന്ന പ്രവാചക തിരുമേനി ഹിന്ദിന് പുറത്തു കൊടുക്കില്ലേ? പിന്നെ ഏതാ വരുന്നു? വഹ്ഷി വന്നു. വഹ്ഷിയാണ് ആ ചാട്ടുള്ളി എറിഞ്ഞത്, വഹ്ഷിയാണ് ആ നെഞ്ചി പുലർത്തിയത്, വഹ്ഷിയാണ് ആ കരലെടുത്ത് പുറത്തിട്ട് ഈ പെണ്ണിന്റെ അമ്മാനമാണ് കൊടുത്തത്. ആ വഹ്ഷി മാപ്പ് പ്രവാചകരി എന്ന് പറഞ്ഞപ്പോ, വിത്ത് വൺ കണ്ടീഷൻ, മാപ്പ് തരാം, എന്റെ മുമ്പിൽ വന്നിരിക്കരുത്. എന്തിനാണ് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചത്? എന്തിനങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചു? അത്രമേൽ സങ്കടകരമാണ് ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം പ്രവാചകനിൽ ഉണ്ടാക്കിയത്. അത്രമേൽ സങ്കടത്തോടു കൂടിയാണ് നമ്മൾ ആ വേലിക്കെട്ടിന്റെ പുറത്തു പോയി ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. മദീനയിൽ ഉഹദിൽ ചെന്ന് നിന്ന് ആ മതിൽക്കെട്ടിന്റെ ഇപ്പുറം നിന്ന് ഹംസ റളിയല്ലാഹു തആല ഖബർ നോക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന സങ്കടം നമുക്കറിയാലോ. പിന്നെ പ്രവാചകനെ പറയണോ? എന്നിട്ടും പ്രവാചക തിരുമേനി പുറത്തു കൊടുത്തു. നേരത്തെ പറഞ്ഞ തായിഫിൽ ആ കുട്ടികളെ, അങ്ങാടി പിള്ളേരെ ഏർപ്പാട് ചെയ്ത അബ്ദുൽ മദീനയിൽ വന്നു. എപ്പോ? ഖൈബർ യുദ്ധവും കഴിഞ്ഞു. ഈ രക്ഷയില്ലെന്ന് കണ്ടപ്പോ, ജസീറത്തുൽ അറബ് മുഴുവനും ഇസ്ലാമിന്റെ കീഴിലായി എന്ന് ബോധ്യം വന്നപ്പോ രക്ഷയില്ലാതെ. എന്നിട്ട് അവിടെയും അവരിങ്ങനെ, ഞങ്ങൾക്ക് സിന ചെയ്യാൻ അനുവാദം വേണം, പരീക്ഷ വാങ്ങാൻ അനുവാദം വേണം, കള്ളു കുടിക്കാൻ അനുവാദം വേണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പൊറുതികേടുണ്ടാക്കി. പ്രവാചകൻ ഒരു പൊറുതികേടും തിരിച്ചു കാണിച്ചില്ല. അവര് മദീനത്തെ പള്ളിയിൽ താമസിപ്പിച്ച് ക്ലാസ് എടുത്ത് അവരെ നല്ല മനുഷ്യന്മാരാക്കി മാറ്റി. ഈ ഒരു ദൗത്യം നിർവഹിക്കാൻ പ്രവാചക തിരുമേനിയെ സ്നേഹിക്കുന്ന ആളുകൾക്കാവുമോ എന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞ് വിട്ടയക്കപ്പെട്ടവരിൽ എത്രയെത്ര ആളുകളുണ്ട്. എന്തിനാണ് ഇങ്ങനെ? മറ്റുള്ള ആളുകൾ, ജീവിതത്തിൽ അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും അവർ ഒന്ന് മരിക്കുന്നതിന് മുമ്പ് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇല്ലാതെയാകാൻ വേണ്ടിയാണ്. പോട്ടെ, അവരങ്ങനെ ആയില്ലെങ്കിൽ അവരുടെ മക്കളുടെ മക്കളിൽ ആരെങ്കിലും ഭാവിയിൽ അങ്ങനെയാവണം എന്ന വല്ലാത്തൊരു പൂതി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ട് ഈ കാരുണ്യത്തിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ഉമ്മത്തിനെ സ്നേഹിച്ചത് എങ്ങനെയെന്ന് നന്നായി തിരിച്ചറിഞ്ഞാൽ തിരിച്ചങ്ങോട്ടെങ്ങനെ സ്നേഹിക്കണമെന്ന് നന്നായി പഠിക്കാനാവും. അതിങ്ങോട്ടെങ്ങനെയാണ് പ്രവാചകൻ സ്നേഹിക്കണം? ഒരു പിതാവ് ഒരു മകൻ തന്നെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് സ്നേഹം എന്നത് എങ്ങനെയാണ് എന്ന് അങ്ങോട്ട് പിശുക്കില്ലാതെ കാണിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മകൻ ഉപ്പയെ സ്നേഹിക്കണം എന്ന് പറയണം. തീരെ മക്കളെ സ്നേഹിക്കാത്ത ഒരാൾക്ക് എന്തവകാശമാണുള്ളത് പിതാവിനെ സ്നേഹിക്കണമെന്ന് പറയാൻ? അങ്ങനെ ഒന്നില്ല. ആ കുട്ടികൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പോലും അള്ളാഹു ഒരു കോമ വെച്ചു, ഒരു ക്ലോസ് വെച്ചു.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. കുട്ടിക്കാലത്ത് എപ്രകാരമാണോ അവർ ഇങ്ങോട്ട് കാരുണ്യം കാണിച്ചത്, ഒരു ക്ലോസ് അന്ന് കരുതി കൂട്ടി വെച്ചതല്ലേ, ഒരു കണ്ടീഷൻ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമ്മോടുള്ള സ്നേഹം തിരിച്ചറിയുന്ന നല്ലവരായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ തുറക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കണമെന്ന് ആവശ്യപ്പെട്ട വ്യക്തികളെയും സ്ഥലങ്ങളെയും സമയങ്ങളെയും ഒക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒന്ന് മുന്നോട്ടുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ എല്ലാ മനുഷ്യരുമുണ്ട്, പ്രകൃതിയിലെ സകലതുമുണ്ട്. എന്നിട്ട് അങ്ങനെ തന്നെയാവാൻ നമ്മോട് ആവശ്യപ്പെട്ടു. പ്രകൃതിയിലേക്ക്, ജീവജാലങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിക്കുന്ന സ്നേഹം വീട്ടിൽ വളർത്തുന്ന പൂച്ചയോട്, ചിറകൊടിഞ്ഞ പക്ഷിയോട്, വെള്ളത്തിൽ വീഴുന്ന ഉറുമ്പിനോട്, ദാഹിച്ചു വളയുന്ന നായയോട്, വയ്യരികിലെത്ത വൃക്ഷത്തോട്, ജലസ്രോതസ്സുകളോട്, ഇങ്ങനെ പോകുന്നു പ്രവാചകന്റെ കാരുണ്യത്തിന്റെ പട്ടിക. സമയമില്ല, നിങ്ങളത് ഇങ്ങനെ വായിച്ചു പഠിക്കണം. നിർത്തിയിട്ട കഴുതപ്പുറത്തിരുന്ന് വർത്തമാനം പറയുന്ന മനുഷ്യരെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇറക്കി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളെ പോലെയുള്ള ഒരു ജന്തുവല്ലേ. നിങ്ങൾ തായിരുന്ന് സംസാരിച്ചാൽ പോരെ. ഇങ്ങനെ ചെയ്യരുത്. അതാണ് പ്രവാചകന്റെ കാരുണ്യം. ഈ അങ്ങാടിയിലെ പട്ടികളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നല്ലോ നമ്മുടെ നാടൊക്കെ. അങ്ങനെയുള്ളൊരവസ്ഥ മദീനയിൽ വന്ന കാലഘട്ടത്തിൽ പ്രവാചക തിരുമേനിയോട് സഹാബത്തിലെ ചിലർ നിർദ്ദേശിച്ചു, ഒന്നായിട്ട് കൊന്നുകളയാം. പ്രവാചകൻ പറഞ്ഞു, ഈ നായ്ക്കളും നിങ്ങളെപ്പോലെയുള്ള ഒരു ഉമ്മത്താണ്, ചെയ്യാൻ പാടില്ല. ഉപദ്രവം ഉണ്ടാക്കുന്നവരെ നിങ്ങൾ കൊന്നു കളഞ്ഞു. അത് ഞാൻ പെർമിഷൻ കൊടുത്തു പറഞ്ഞു. അങ്ങനെ അത് ഒന്നായി നശിപ്പിക്കാനൊന്നും പാടില്ലത്. പൂച്ചയെ പട്ടിണിക്കിട്ട പെണ്ണ് നരകത്തിലാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. നാൽക്കാലികളെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ അന്നവും വെള്ളവും ഒക്കെ ഉറപ്പുവരുത്താതെ തൽക്കാലത്തിന് പോകുന്ന ആളുകളോട് അള്ളാഹുവിന്റെ മതത്തിന്റെ കർശനമായ പേടിപ്പിക്കലുണ്ട്. ശരിയല്ലോ. അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കിയിട്ട് മതി നിങ്ങൾ നന്നായി തിന്നാൻ പോവാൻ. അങ്ങനെ പ്രവാചകൻ ഗുണദോഷിച്ചതാണ്. മൃഗത്തിന്റെ ഉടമയെ ഗുണദോഷിച്ചു, കെട്ടിയിട്ട് അന്നം കൊടുക്കാത്തതിന് ഹദീസുകളിലുള്ളതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ. വഴിയരികിലെ മരം മുറിക്കരുത്. തണൽ ആളുകൾക്ക് നൽകുന്ന മരങ്ങൾ നിങ്ങൾ മുറിക്കരുത്. അതിൽ കായ്കനികൾ ഉണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്തരുത്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന ആ മരത്തിൽ നിന്ന് പക്ഷികളോ മൃഗങ്ങളോ ആര് തിന്നുപോയാലും നിങ്ങൾക്ക് പരലോകത്ത് ധർമ്മം ചെയ്ത് കൂലി കിട്ടും. എത്രമേൽ സുന്ദരമായ ഒരു മതം, എത്രമേൽ സുന്ദരമായി ആ സ്നേഹത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. നമുക്കുണ്ടോ അതൊക്കെ പഠിക്കാൻ നേരം? നമ്മുടെ സ്നേഹം നിറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന രൂപത്തിൽ പാകപ്പെടാൻ നമുക്ക് കൂടുതൽ അധ്വാനിക്കാനാവില്ല. റബീഉൽ അവ്വൽ വരുന്ന ഒരു ദിവസം കൊണ്ട് പ്രവാചകന്റെ സ്നേഹം തീരണം ഇല്ല. പ്രവാചകനോടുള്ള സ്നേഹം ആണ്ടിൽ 365 ദിവസവും മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ച് പണിയെടുക്കുന്ന ആളുകൾ മാത്രമാണ് മുഅ്മിനുകൾ. അതിങ്ങനെ ഒരൊറ്റ ജാഥയിൽ തീർന്നു പോകേണ്ടതല്ല എന്ന് സൂചിപ്പിക്കുന്നു. അള്ളാഹു നമ്മോട് പറഞ്ഞു, സ്നേഹം എന്ന വികാരം എന്റെയും നിങ്ങളുടെയും മനസ്സിലിട്ട് എന്നതാരാ? അള്ളാഹു. ആ സ്നേഹം എന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് ആരോടൊക്കെ ഉണ്ടാകും. ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ നിങ്ങളുടെ സ്നേഹം പോകാം. എന്നിട്ട് പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ കിതാബ് സൂറത്തു തൗബയിൽ 24-ാമത്തെ ആയത്തിൽ നമ്മളോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഗൗരവത്തിൽ. ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. ഒരു ലിസ്റ്റുകൾ പറഞ്ഞു. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ ഇണകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ, കുടുംബക്കാർ,
നിങ്ങൾ കൂമ്പാരമായി കൂട്ടിവെച്ച സമ്പത്തുക്കൾ, നിങ്ങൾ പൊളിഞ്ഞു പോകുമെന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ വല്ലാതെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, ഇതൊക്കെയാണ് മനുഷ്യൻ മുന്തിയ പരിഗണന നൽകി സ്നേഹിക്കുന്ന വസ്തുക്കൾ. ഇതൊക്കെയാണ് അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അള്ളാഹുവിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കാളും മികച്ചു പോകുന്നത് എങ്കിൽ, ഏറെയായി പോകുന്നെങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തുന്നു. ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി, നിങ്ങൾക്ക് ശിക്ഷ ഉറപ്പാണ്, ശിക്ഷ ഉറപ്പാണ്. ഇതാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഇസ്ലാമിക കൽപ്പന. നിർബന്ധമാണത്, നിർബന്ധമാണ്. എന്നിട്ട് പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചു എങ്ങനെയായിരിക്കണം. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, നിങ്ങൾക്ക് എന്നോട് സ്നേഹം വേണം. ഞാൻ പഠിപ്പിച്ചല്ലോ നിങ്ങളോട്. ഉമർ ഇബ്നുൽ ഖത്താബിനെ തിരുത്തി നബി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഉമർ, താങ്കൾ മുഅ്മിനായിട്ടില്ല, ആയിട്ടില്ല. പ്രവാചകൻ തിരുത്തി കൊടുത്തു. എങ്ങനെ പറയോ? അഹബ്ബ് എങ്ങനെയായിരിക്കണം? സ്വന്തത്തെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ ആളുകളെക്കാളും സ്വന്തത്തെക്കാൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടവരാണ്. ആ പ്രവാചകൻ പറഞ്ഞു, മൻ അഹബ്ബ സുന്നത്തി, എന്റെ സുന്നത്ത് നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ എന്റെ സുന്നത്തിനോട് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്നോട് ഇഷ്ടമുള്ള ആളുകളാണ്. ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന, എന്നോട് ഇഷ്ടമുള്ള ആളുകൾ എന്നോടൊപ്പം സ്വർഗത്തിലായിരിക്കും. അതൊറ്റ ദിവസം കൊണ്ട് തീർന്നു പോകരുത്, ഒരാഴ്ച കൊണ്ട് തീർന്നു പോകരുത്, ഒരു മാസം കൊണ്ട് തീർന്നു പോകരുത്, ഒരു വർഷം കൊണ്ട് തീർന്നു പോകരുത്. ആയുഷ്കാലത്തിൽ മരണം വരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു വികാരമാണ്, അല്ല, അതൊരു ഈമാനാണ്, ഒരാദർശമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ എടുക്കുന്ന കലക്ഷൻ നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ളതാണ്. അതിന്റെ ഗൗരവം അറിഞ്ഞ് സംഭാവന അർപ്പിക്കണം എന്നുണർത്തുകയാണ്. അടുത്ത ചൊവ്വാഴ്ച 10-ാം തീയതി വെന്നിയൂരിൽ വെച്ച് 4:30 ഒരു മുഖാമുഖം നടക്കുന്നുണ്ട്. നോട്ടീസ് ഒക്കെ പുറത്തുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ അതിൽ നോക്കി പഠിക്കുക. കഴിയുന്നത്ര ആളുകൾ അതിൽ പങ്കെടുക്കുക. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ പള്ളിയിൽ നമ്മോടൊപ്പമുള്ള നമ്മുടെ ഒരു സഹോദരൻ രോഗിയായി ഹോസ്പിറ്റലിലാണ്. നിങ്ങൾക്കറിയാം അതിനേക്കാൾ. അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയെ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനുള്ള രോഗം പൂർണ്ണമായി ശിഫയാക്കി നമ്മളോടൊപ്പം ഇത്തരം കാര്യങ്ങളിൽ, ദീനിന്റെ ദഅവത്ത് കാര്യങ്ങളിലും പള്ളിയുമായി ബന്ധപ്പെട്ട സംഗതികളിലും ഇടപഴകാൻ അവസരം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന എല്ലാ ആളുകൾക്കും അല്ലാഹു സമ്പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസികമായി വ്യഥ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരും നമ്മയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്